അപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും തന്നെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവരെല്ലാവരും ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിലവിലൊരു വരുമാനത്തിന്റെ കൂട്ടത്തിൽ ഒരു അഡീഷണൽ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വെസ്റ്റേജിലേക്ക് കടന്നു വന്നതെന്ന്. എനിക്ക് പറയാനുള്ളത് മറിച്ചൊരു കാര്യമാണ്. ഞങ്ങൾ ഈ വെസ്റ്റേജിലേക്ക് വന്നത് വരുമാനം ആഗ്രഹിച്ചുകൊണ്ടല്ലായിരുന്നു. പക്ഷേ എൻ്റെ വൈഫിനുണ്ടായിരുന്ന വലിയ ഒരു ഹെൽത്ത് ഇഷ്യൂ, കുറേ അധികം 15 വർഷമായിട്ട് തുടർന്നു പോയിക്കൊണ്ടിരുന്ന ഒരു ഹെൽത്ത് ഇഷ്യൂ, അതിന് ഒരു പരിഹാരമായിട്ട് ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഈ വെസ്റ്റേജിന്റെ സപ്ലിമെന്റ്സ് നിർദ്ദേശിച്ചപ്പോൾ ആ സപ്ലിമെന്റ്സ് ഉപയോഗിച്ച് ആ രോഗാവസ്ഥ ഒന്ന് മാറ്റിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന് പുറത്ത് മാത്രമാണ് വെസ്റ്റേജിലേക്ക് കടന്നു വന്നത്. തുടർന്ന് ആ നമ്മുടെ സപ്ലിമെന്റ്സിന്റെ ഏറ്റവും അമൂല്യമായിട്ടുള്ള ആ ബലം കൊണ്ട് തന്നെ കേവലം 15 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ആ അസുഖം ഒരു 7 മാസത്തെ സപ്ലിമെന്റ്സിന്റെ കൺസംഷൻ കൊണ്ടിട്ട് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുകയും അസുഖം മാറ്റിയെടുക്കാൻ സാധിക്കുകയും അങ്ങനെ തുടർച്ചയായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സപ്ലിമെന്റ്സ് വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന ചെറിയ ചെറിയ ഇൻകം കണ്ടപ്പോൾ തീർച്ചയായിട്ടും എന്തുകൊണ്ട് നമുക്കിതൊരു വരുമാന മാർഗമാക്കി മാറ്റിക്കൂടാ എന്നൊരു ചിന്ത ഉദിക്കുകയും തുടർന്ന് ജോയിൻ ചെയ്ത് നമ്മൾ ഐഡിയ എടുത്തിട്ട് തന്നെയാണ് നമ്മളുടെ സ്വന്തം പേരിൽ തന്നെയാണ് സപ്ലിമെന്റ്സ് എല്ലാം വാങ്ങിയിരുന്നത്. തുടർന്ന് നമ്മൾ ഇതൊരു വരുമാന മാർഗമായി കണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് അവരെ അങ്ങനെ ടീം ബിൽഡ് ചെയ്ത് ഇന്നിപ്പോ ഒരു UCD റാങ്കിലേക്ക് എത്തി നിൽക്കുകയാണ്. കേവലം കർഷകനായിട്ടുള്ള ഒരു കർഷകരായിട്ടുള്ള ഞങ്ങൾക്ക് ഇത് സാധ്യമാകും എങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളെക്കാൾ നല്ല മച്ച് ആൻഡ് മോർ എബിലിറ്റീസ് ഉള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും ഇത് സാധ്യമാകുന്നതാണ്. അതിനുവേണ്ടി ഓരോരുത്തരും ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. വിജയം നിങ്ങളോട് കൂടെ ഉണ്ട്. താങ്ക് യു. ഞാൻ വിനീതിൽകുമാർ, സ്ഥലം പറഞ്ഞു പാലക്കാടാണ്. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരാനുണ്ടായ കാരണം പറഞ്ഞു. ഇവിടെ ലീഡേഴ്സ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരൊറ്റ ചെറിയ സന്ദേശം മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളൂ. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കാറ് വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു, ഹൗസ് ഫണ്ട് കിട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞു, ട്രിപ്പ് പോയതിനെ കുറിച്ച് ആ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം തായ്ലൻഡ് ട്രിപ്പ്, ഒരു ക്രൂയിസ് ഷിപ്പ് ദുബായ് ഖത്തർ പോകാനായിട്ടുള്ള ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കാറ് വാങ്ങാനായിട്ടുള്ള ഫണ്ടൊക്കെ റെഡിയാണ്. പക്ഷേ നിലവിലൊരു കാറുള്ളത് കൊണ്ട് നമ്മുടെ ലീഡേഴ്സ് നമ്മളോട്, നമ്മുടെ കുടുംബക്കാരാണെങ്കിലും നമ്മളോട് പറയുമോ നിങ്ങൾ കാറ് വാങ്ങുന്നില്ലേ എന്ന് ചോദിക്കുമോ. പക്ഷെ ഇവിടെ അതുണ്ട്. നമ്മുടെ ലീഡേഴ്സ് ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുക എന്താണ് കാറ് വാങ്ങാത്തതെന്ന്. അപ്പോൾ ഉടനെ എന്നെ കാറ് വാങ്ങണം. അപ്പൊ അതിനുള്ള ഫണ്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ഇവിടെ നിന്ന് നേടാൻ പറ്റും എന്നൊക്കെ ഇത്രയും പേര് സംസാരിച്ചെന്ന് മനസ്സിലായി. അതിന് വേണ്ടി ഇപ്പൊ പുതിയതായിട്ട് വന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വേണം. കാരണം നിങ്ങൾ എന്തിന് ഇവിടെ വന്നു, നമുക്ക് എന്താണ് വേണ്ടത്, അത് എപ്പോൾ വേണം, എങ്ങനെ വേണം, അതിനെ കുറിച്ചിട്ടൊരു ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവുക. അടുത്ത കാര്യം എന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി. ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് സ്ഥിരമായിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുക. അടുത്തത് കോൺഫിഡൻസ്. നമ്മൾക്കൊരു വിശ്വാസം, നമ്മളിൽ നമ്മൾക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ നമ്മളുടെ ഒപ്പം നിൽക്കുന്നതാണ് പറയാറ് അല്ലേ. അപ്പൊ ആ ഒരു വിശ്വാസം നമ്മൾ നേടിയെടുക്കുക. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് പകരം എനിക്കിത് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നേടിയെടുത്ത് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ ഇപ്പൊ നമ്മളിവിടെ കേട്ട എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും സാധ്യമാകും. ഓക്കെ, താങ്ക് യു.